ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത്ര സന്തോഷകരമായിട്ടുള്ള ദിവസമല്ല. നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നോർമലി കോമഡി റോളും കാര്യങ്ങളൊക്കെ ചെയ്ത് വിച്ച് വന്ന് തന്റെ മലയാള സിനിമയിൽ തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കുകയും പിന്നീട് ഒരു ലീഡ് റോള് ഒരു സിനിമയുടെ ഒരു ലീഡ് റോൾ എന്ന രീതിയിൽ കാറ്റഗറിയിലായിട്ട് മാറുകയും നാഷണൽ അവാർഡ് ഹോൾഡ് ചെയ്യുന്ന ലെവൽ വരെ ഉള്ള പെർഫോമൻസ് കാര്യങ്ങൾ കാഴ്ചവെച്ച് എത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. റേസ്കൽ കോട്ടയുടെ ശക്തി എന്നുള്ളിലൊതുങ്ങുവാ, ശക്തി കൂടിവാ. പണ്ട് ഈ ഒരു കാർട്ടൂൺ കാണാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോ എന്റെ വീട്ടിൽ TV ഇല്ലാഞ്ഞായിരുന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിലും എന്റെ അമ്മ വീട്ടിലൊക്കെ പോയിരുന്ന കണ്ടിട്ടുണ്ട്, കണ്ടോണ്ടിരുന്നത്. അപ്പത്തൊട്ടുള്ള നമ്മള് ഇത് തുടച്ചാട്ട് എപ്പോ TV വന്നാലും കുത്തിയിരുന്ന് എങ്ങനെയാലും സമയം ഉണ്ടാക്കി കണ്ടിരുന്ന ഒരു സൂപ്പർ ഹീറോ കാറ്റഗറിപ്പെട്ട ഒരു കാർട്ടൂൺ ആയിരുന്നു ഹീമാൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു ഏകദേശം ഒരു 3-4 മാസം മുമ്പാണ് അറിഞ്ഞാൽ അത് സിനിമയാകാൻ പോണത്. അത് 2-3 ദിവസം മുമ്പായി ഇറങ്ങിയത്. എനിക്ക് കാണാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള തിയേറ്ററിലൊന്നും ആളില്ല, ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോ ആളില്ലാത്തതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോയിരുന്നു. ഇത്ര പേരെങ്കിലും നിയമമാണല്ല. അപ്പൊ ഇന്ന് ഞായറാഴ്ച നോക്കിയപ്പോ ഇന്ന് അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ബുക്ക് ചെയ്ത് പോയി കണ്ടാണ്. കണ്ടിട്ട് വന്നിട്ട് പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാനായിട്ട് വന്നിരിക്കുകയാണ്. ആഘോഷ് നൈറ്റ്സ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നിക്കോളസ് ഗിൽട്ട്നെസ് ആണ് ഹീറോ. അതായത് നമ്മുടെ ഹീമാൻ കിടുവായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കിട്ടിലെ പെർഫോമൻസ് ആണ്. നമ്മൾ ആ മൂവി അനിമിയിൽ നമ്മൾ കാണുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, ഫേസും ബോഡി ഉണ്ടല്ലോ, നമ്മളത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് അവര് സെലക്ട് ചെയ്യുന്നത്. അത് പുള്ളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി എങ്ങോട്ടാന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് തന്നെ പെർഫോമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ് ഹ്യൂമൻ ഒരു യൂണിവേഴ്സിന്റെ തുടക്കമാണ്. ഞാൻ ആദ്യം ഓർത്ത് ഇവര് DC മാർവല അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പാർട്ട് ഇറക്കിയുമ്പോ DC മാർവല അറിയാലൊക്കെ മേടിച്ചിട്ട് അവരുടെ യൂണിവേഴ്സിന്റെ കൂടെ ചേർത്ത് അങ്ങനെയായിട്ട് ഇറക്കും എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അത് പ്രാർത്ഥിക്കായിരുന്നു, ഇവരാരും മേടിച്ച് കൊളാക്കല്ലേ ക്യാരക്ടറിന്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഒട്ടുമിക്ക പടം അങ്ങനെയൊക്കെയാണല്ല. എന്തെങ്കിലും DC ഏതെങ്കിലും സൂപ്പർ ഹീറോ കാറ്റഗറിപ്പെട്ട ഏതെങ്കിലും ഒരു പടം വന്നു കഴിഞ്ഞാൽ അത് അത്യാവശ്യം കൊള്ളാം, അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ച പടമാണെങ്കിൽ അതെങ്കിൽ DC അല്ലെങ്കിൽ മാർവല മേടിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവരതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്താ വന്നിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടൊക്കെ ഇനി വരുമായിരിക്കും തോന്നുന്നത്. ഫസ്റ്റ് പാർട്ടിന് അത്രത്തോളം പ്രേക്ഷക പ്രീതി നേടുവാന്ന് എനിക്ക് ഡൗട്ടാണ്. ഇതൊരു ക്യാരക്ടർ ഇൻട്രോ പോലെയാണ് ഫസ്റ്റ് ഈ ഒരു പാർട്ട് വരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എത്രത്തോളം പേർക്ക് ഇത് വർക്കാവില്ലെന്ന് എനിക്കറിയാൻ പറ്റില്ല. സംഭവം ഞാൻ പെട്ടെന്ന് മനസ്സിൽ കണ്ടത്, ആ പടം കണ്ടത് തന്നെ എപ്പോഴും മനസ്സിൽ കണ്ടത് രോമാഞ്ചിപ്പിക്കുന്ന സീനൊക്കെ ചിലതൊക്കെ ഉണ്ട്. അതെനിക്ക് ഞാൻ പണ്ട് ടിവിയുടെ മുമ്പിരുന്ന് റേസ്കൽ കോട്ടറ ശക്തി എന്നൊക്കെ പറഞ്ഞ് ആ വാളം പിടിച്ച് ഹീമാന്റെ ആ ഒരു ഇതിലായിട്ടാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്. ക്യൂട്ടില്ലേ? പക്ഷെ ആ BGM, ആ പഴയ BGMന്റെ അത്ര കത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ മതി. അത് ക്യാരക്ടർ ഇൻട്രോ ആയാലും ജസ്റ്റ് കാണിക്കുന്നത്. ഇപ്പൊ ഹീമാനാണ്, താനൊരു ഹീമാനാണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അത് എല്ലാ യൂണിവേഴ്സിനും തുടങ്ങി ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അതത്ര വലിയ കാര്യമാക്കണം. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി എല്ലാരും കാണുമോന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയാനല്ല, ഓക്കെ അത്രേ ഉള്ളു. അല്ലാണ്ട് ഒരു മസ്റ്റ് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാം പടമാണ്. പക്ഷെ അങ്ങനെയൊക്കെ എന്ന് പറയാൻ മാത്രം ഒരു സിനിമക്ക് അതൊരു കാർട്ടൂൺ ആയിട്ടുള്ള ഒരു സംഭവ കഥാപാത്രം അത് സിനിമ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ ഞാൻ നോക്കുമ്പോ ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയാനില്ല, ഓക്കെ എന്നേ ഉള്ളു. പക്ഷെ ഞാൻ കണ്ടോണ്ടിരുന്നത് ആ തുടക്കം തൊട്ട് ആ സിനിമ കാണുന്നത് പണ്ട് ഞാൻ കാർട്ടൂൺ, ആ ഹീമാന്റെ കാർട്ടൂൺ എങ്ങനെയാണോ ടിവിയുടെ മുമ്പിൽ കാണുന്നത് ആ ഒരു ത്രില്ലിങ്ങിനും ആ ഒരു എക്സ്പെക്ടേഷൻ ലെവല് അതൊക്കെ വെച്ചാണ് ഞാൻ കണ്ടോണ്ടിരുന്നത് മൊത്തത്തിൽ സിനിമ. അങ്ങനെ എനിക്ക് നല്ലപോലെ വരക്കാൻ എനിക്ക് തോന്നണത്. എനിക്കത് ഞാൻ പണ്ടോട്ടിരുന്ന കൂടെ വർക്ക് ചെയ്യാതെ കൂടെ പടം കാണാൻ കയറിയവരുടെയെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അവര് പോയത്. എനിക്കത് ഓക്കെ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളു. പക്ഷെ
ആ പവർ വന്ന സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാം കാണിച്ചിരിക്കുന്നത് അതെനിക്ക് നല്ലപോലെ പറയാം. രോമാഞ്ചിപ്പിക്കുന്ന സീൻ തന്നെയെന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ നമ്മളെ കണ്ടു കൊടുത്ത കാര്യമാണ്. ഈ ഒരു സൂപ്പർ ഹീറോ കാറ്റഗറി അദ്ദേഹത്തിന് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിനെ ആരവണെ എതിർക്കാം എന്നുള്ള കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ നമ്മളെ കണ്ട് മടുത്തണം. പക്ഷെ ഇതിന്റെ അകത്ത് വരുമ്പോ മൊത്തത്തിൽ പൊളിച്ചെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മള് പല സൂപ്പർ ഹീറോ സിനിമയിലാണ് കണ്ട് മടുത്ത സീനാണ്. പക്ഷെ അത് കണ്ട് മടുത്തതായതുകൊണ്ട് ഞാൻ ഒരു പ്രതീക്ഷ വെച്ചാണ് പോയി കണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള നമ്മള് ഈ ഹീമാന്റെ കാർട്ടൂണൊക്കെ ഉണ്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കാണാൻ കയറിയത്. പക്ഷെ അങ്ങനെയല്ല, ഈ ഹീമാനെ ഇമോഷൻ സീനും സിറ്റുവേഷനും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഹീമാന്റെ പവർ വീക്കായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. എതിർക്കാൻ വന്നവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും അങ്ങനെയൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടർ ഒന്നുകൂടി കണക്റ്റ് ആയെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അങ്ങനത്തെ ഒരു ലെവല് ആ സിനിമയുടെ മേക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിനും ചെയ്യും. ഒരുപാട് ബഡ്ജറ്റിലൊന്നുമല്ല ഇറങ്ങിയിരിക്കുന്നത്. അതില് വില്ലനായിട്ട് കാണിച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. പക്ഷെ നമ്മള് ഇപ്പൊ സിനിമ ചിലപ്പോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോ മനസ്സിലാവും, അല്ലെങ്കിൽ ഹീമാൻ എന്താണെന്ന് അറിയാൻ മേലത് കാണുന്നവർക്ക് തോറല്ലേ, തോറിനെ ഇമിറ്റേറ്റ് ചെയ്താണല്ലോ കാണിച്ചത്. പക്ഷെ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ അതിന് വർഷങ്ങൾക്ക് മുമ്പ് തോറൊക്കെ ഇറങ്ങണതിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നത്. ഇപ്പൊ അറിയാൻ മേലത്തെ ഒരു ചുരുക്കമാണെന്ന് എന്റെ തോന്നല്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ കുറച്ച് പേരെ കാണാൻ വഴിയുള്ളൂ. ഇപ്പോഴത്തെ ജെൻസി പിള്ളേരൊക്കെയാണ് ചിലപ്പോ അറിയാൻ വഴിയില്ല. അവർക്ക് ഇഷ്ടപ്പെടാൻ ആരാധിക്കാൻ സൂപ്പർമാനും സ്പൈഡർമാനും അങ്ങനെയുള്ള കുറെ സൂപ്പർ ഹീറോസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ളവർ ചിലപ്പോ കാണാൻ വഴിയില്ല. അപ്പൊ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എടുത്ത് പറയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ കാർട്ടൂണായിട്ട് ഒരു ഹീമാൻ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതിന്റെ തന്നെ അതിന്റെ ഒരു ചുരുക്ക കാലയളവ് മുമ്പായിട്ട് ഇതുപോലെ തന്നെ ഒരു സിനിമ ഇറങ്ങിയത്. അത്ര വിജയിച്ചൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത 2026 ഈ സിനിമ ഇങ്ങനെ വന്നത്. അതൊരു യൂണിവേഴ്സ് തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിന് പോകാനുള്ള പ്ലാനാണ് അവര്. ഇനി അടുത്ത പാർട്ടിന് എങ്ങനെയാന്ന് വെയിറ്റ് ചെയ്യാണ്. എല്ലാരും പോയി കണ്ടു നോക്കുക.